എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കുഞ്ഞു മക്കൾക്കുള്ള ഒരു ചെറിയ ലളിതമായ പരീക്ഷണമാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു പാത്രമുണ്ട്. ഈ ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു തോണി, അതിൻ്റെ കൊടിയാണ് ഈ കാണുന്നത്. പിന്നെ മറ്റൊരു പാത്രം കൂടി ഇവിടെ വെച്ചിരിക്കാം. ഈ വെള്ളത്തിൽ ഇപ്പോൾ ഈ കുഞ്ഞു തോണി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കടലാസ് കൊണ്ടുള്ള ഒരു കൊടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്യുന്നത് ഈ കൊടി നനയാതെ ഈ ബോട്ടിനെ ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നു. വളരെ ലളിതമായ ഒരു രസകരമായ പരീക്ഷണം. ചെറിയ കുട്ടി മക്കൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പരീക്ഷണത്തിൽ കടക്കാം. എല്ലാവരും ഇവിടെ നിരീക്ഷിക്കുക. നമ്മളിപ്പോൾ ആ കുഞ്ഞു ബോട്ട് വെള്ളത്തിന്റെ അടിയിൽ, ആ പാത്രത്തിന്റെ അടിയിൽ പോയി നിൽക്കുകയാണ്. ഇനി മെല്ലനെ ഈ ചെറിയ പാത്രം മുകളിലേക്ക് ഉയർത്തുകയാണ്. മെല്ലനെ ഉയർത്തി ചെറിയ പാത്രം ഇങ്ങോട്ടേക്ക് വെച്ചു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കടലാസ് നനഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ശാസ്ത്രം എന്താണെന്ന് കൂടി മനസ്സിലാക്കുക. ചെറിയൊരു പരീക്ഷണമാണ്, പക്ഷെ നമ്മൾ ഏത് പരീക്ഷണം ചെയ്യുമ്പോഴും അതിന്റെ ശാസ്ത്രവശം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോ ഇപ്പോഴത് വെള്ളത്തിന്റെ മുകളിലാണുള്ളത്. നമ്മൾ ഈ പാത്രം ഉപയോഗിച്ചാണ്, ഒരു ചെറിയ പാത്രം ഉപയോഗിച്ചാണ് ഈ കുഞ്ഞു ബോട്ടിനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തിയത്. നമുക്കറിയാം ഈ പാത്രത്തിൽ ഇപ്പോഴൊന്നുമില്ല, അങ്ങനെയാണ് നമ്മൾ പറയാം. പക്ഷേ ഇതിൽ വായുവുണ്ട്. അപ്പൊ ഈ വായുവുള്ള പാത്രമാണ് നമ്മൾ കമിഴ്ത്തി താഴോട്ടേക്ക് കൊണ്ടുപോയത്. തോണിയും കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ അതിലുള്ള വായുവിന് പുറത്തു വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഇതിനുള്ളിലേക്ക് കയറാനും പറ്റില്ല, കുഞ്ഞു പാത്രത്തിലേക്ക് കയറാൻ പറ്റില്ല. എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പൊ ഈ പരീക്ഷണത്തിൽ നമുക്ക് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് വസ്തുക്കൾക്ക് ഒരേ സമയം ഒരേ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വെള്ളം കയറിയേനെ. വായു ഉള്ളതുകൊണ്ട് വെള്ളത്തിന് ഈ കുഞ്ഞു പാത്രത്തിലേക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കടലാസ് കൊണ്ടുള്ള കൊടി നനഞ്ഞില്ല. എല്ലാവർക്കും ഈ പരീക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.